How dare you? നിനക്ക് എങ്ങനെ എന്റെ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നി പ്രണവ്? എന്താ നിന്റെ ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും ആവാം, ആരെയും എന്തും പറയാം. മറ്റുള്ളവർ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ട് സഹിച്ചു നിൽക്കണം. ബുൾബുൾ, നിനക്ക് അറിയില്ല അബിയുടെ കാര്യം. അബി ഇപ്പൊ എങ്ങനെയാണെന്ന്. നിന്റെ ഈ ചേച്ചിയെ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ? ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കിടയിലും പ്രിയച്ചി അവൻ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട്. എന്നും രാത്രി അവൻ ഉറങ്ങുന്നത് അവന്റെ പ്രിയ തിരിച്ചു വരുമെന്നും അവനോടൊപ്പം ജീവിക്കുമെന്നും പിന്നീട് അങ്ങോട്ട് പുതിയൊരു ജീവിതം തുടങ്ങാമെന്നൊക്കെ ആലോചിച്ചിട്ടാ. ചിലപ്പോഴൊക്കെ രാത്രിയിൽ അവൻ ചിന്തിക്കാറുണ്ട്, രാവിലെ അവന്റെ കണ്ണൊന്നും തുറക്കാതിരുന്നെങ്കിലെന്ന്. കാരണം കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അവൻ റൂം മുഴുവനും പ്രിയച്ച് തിരഞ്ഞുകൊണ്ടിരിക്കും, എവിടെയെന്ന് ആലോചിച്ചുകൊണ്ട്. പിന്നെ ചിന്തിക്കും, എന്തിനാ അവൻ കണ്ണ് തുറന്നേന്ന്. സ്നേഹത്തിന്റെ പേരിൽ അവനെ വഞ്ചിക്കായിരുന്നു നിന്റെ പ്രിയേച്ചി. ഇത്രയും വലിയ വഞ്ചന, അതും എന്റെ അബിയോടും. ആർക്ക് നേരം കൈ ഉയർത്താത്ത, ആരെയും പഴിക്കാത്ത എന്റെ പാവം അബിയുടെ അവസ്ഥ ഇപ്പം നിനക്കറിയോ? അതിനെല്ലാം കാരണം നിന്റെ ഈ പ്രിയേച്ചിയുടെ വഞ്ചനയുടെ ഫലമാണ്. നീ ഇതിനെ വഞ്ചന എന്ന് പറയുന്നു പ്രണവ്? നിനക്കറിയില്ല പ്രിയേച്ചി അഭിയേട്ടന് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. ഇൻഫാക്ട് നിനക്ക് അതിനെ പറ്റി ചിന്തിക്കാൻ കൂടി കഴിയില്ല പ്രണവ്. സാക്രിഫൈസ് എന്ന വാക്കിന് പകരം വെക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പ്രിയേച്ചി മാത്രമാണ്. പ്രണവ്, ആരാണോ സ്നേഹത്തിന്റെ സന്തോഷത്തിനായി സ്നേഹത്തെ സാക്രിഫൈസ് ചെയ്യുന്നത്, ആ വ്യക്തിയെ വഞ്ചകൻ എന്നാണ് വിളിക്കുന്നത്. നിനക്കറിയില്ല പ്രണവ് ചേച്ചി എങ്ങനെ കഴിഞ്ഞിരുന്നതെന്ന്. സ്വന്തം വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി കരഞ്ഞുകൊണ്ട് പുറമെ ചിരിച്ച എന്റെ ചേച്ചി, ആ ചേച്ചി വിഷമത്തെ പറ്റി നീ പറയുന്നത്? അബിയുടെ എല്ലാ സ്വത്തും സമ്പത്തും തട്ടിയെടുക്കാൻ മനസ്സ് കാണിച്ച ഇവർക്ക് എന്ത് വിഷമം തോന്നാനാണ്? സ്നേഹം നടിച്ച് അവന്റെ കാശെല്ലാം വശത്താക്കി അവന്റെ ഫാമിലി ടോർച്ചർ ചെയ്ത് എല്ലാവരെയും ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരാൾ നീ ഇതിന് സാക്രിഫൈസ് എന്നാണ് വിളിക്കുന്നത്? അതെ, ഇത് തന്നെയാണ് ചേച്ചിയുടെ സാക്രിഫൈസ്. സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിനക്ക് ഈ നിമിഷം വരെ അറിയില്ല പ്രണവ്. എന്ത് സത്യാവസ്ഥ? നിനക്കറിയണോ സത്യം എന്താണെന്ന്? ബുൾബുൾ, നീ എന്താ പറയാൻ പോകുന്നത്? നീ ഒന്നും പറയണ്ട. നിനക്കറിഞ്ഞേ തീരുവല്ലേ സത്യം എന്താണെന്ന്? വേണ്ട ബുൾബുൾ, പ്രണവിനോടൊന്നും പറയണ്ട. ചേച്ചി മിണ്ടായിരിക്കെ. നീ കേട്ടോ, ചേട്ടൻ എന്നാണോ വീട്ടിൽ നിന്ന് ഇതാണ് സത്യം. ഇതിനെയാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്, ഇതിനാണ് സ്നേഹം എന്ന് പറയുന്നത്. എന്തു പറ്റി? നീ എന്താ ഒന്നും മിണ്ടായിരിക്കുന്ന പ്രണവ്? എന്തെങ്കിലും പറയാ പ്രണവ്. പ്രിയേച്ചി ആലിയെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. പക്ഷെ തെളിവുകളില്ലാതെ അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. കൂടാതെ തെളിവുകളൊന്നും ഇല്ലാതെ ആലിയെ പിടികൂടിയാൽ എല്ലാ കുറ്റങ്ങളും നിന്റെ മേൽ വരാനും സാധ്യതയുണ്ടായിരുന്നു. കാരണം നീയാണ് ചേട്ടന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നിന്റെ പേരിൽ ഫ്രോഡിന് കേസ് വന്നതിന് പ്രണവ്. നിന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ നിന്റെ വില തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത ചേച്ചി നീ എങ്ങനെ കുറ്റം പറയുന്നു പ്രണവ്? താങ്ക് യു പ്രണവ്, താങ്ക് യു. ഈ പ്രണവ് ഇതെവിടെ പോയതാ? സർ റോക്ക് സ്റ്റാർ അഭിയല്ലേ? ഞാൻ സാറിന്റെ വലിയൊരു ഫാനാണ്. ഞാൻ സാറിന്റെ എല്ലാ പാട്ടും കേൾക്കാറുണ്ട്. സർ പ്ലീസ് ഒരു സെൽഫി പ്ലീസ് സർ. യാ ഷുവർ. സർ ഇങ്ങോട്ട് നോക്കൂ, ഇല്ലെങ്കിൽ സെൽഫി നന്നായിരിക്കില്ല. പ്രിയേച്ചി, ഐ എം റിയലി സോറി. ഞാൻ ഒന്നും അറിയാതെ ഒന്നും മനസ്സിലാക്കാതെ എന്റെ വായി തോന്നി എന്തൊക്കെയോ പറഞ്ഞു പോയി. സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. നിങ്ങൾ അബിക്ക് വേണ്ടി ഇത്രയും വലിയ സാക്രിഫൈസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെപ്പറ്റി എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയത്. ഐ എം റിയലി സോറി ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. വേണ്ട പ്രണവ്, നിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കൂ. പക്ഷേ എനിക്കിതെല്ലാം ചെയ്യാതെ പറ്റില്ലായിരുന്നു. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ വെറുപ്പിക്കുന്നതായിരിക്കണം. എങ്കിലേ ഞാൻ പഴയ പ്രിയ അല്ലെന്ന് എല്ലാവരും വിശ്വസിക്കുള്ളൂ. ബുൾബുൾ, ഐ എം സോറി. ഐ എം സോറി പ്രണവ്. എന്താണെന്നറിയോ, ഞാൻ പ്രിയേച്ചി അല്ല നിനക്ക് മാപ്പ് തരാനായിട്ട്. അതിന് എനിക്കൊന്നും അറിയില്ലായിരുന്നല്ലോ. മനഃപൂർവ്വം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ തള്ളിയിടാൻ നോക്കിയില്ലേ? അത് ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. പ്രിയേച്ചി, നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ആവശ്യമില്ലാതെ പഴി പറയാൻ. ആവശ്യമില്ലാതെയോ? ഇനി നിനക്ക് ഒരിക്കലും മാപ്പ് തരില്ല. ബുൾബുൾ, പ്രണവിനോട് ക്ഷമിക്ക്. അവൻ ഇതൊന്നും അറിഞ്ഞിട്ടല്ലോ. പിന്നെ അതുമല്ല, നമ്മള് ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. ഓ ഗോഡ്, അയ്യോ ചേച്ചി, നമ്മൾ ഒത്തിരി. ശരി, ഇങ്ങനെ ഒരു ക്രൈസിസിലായതുകൊണ്ട് മാപ്പ് തരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ക്ഷമിക്കില്ലായിരുന്നു. പിന്നെയാ ഇതിന് പകരം നീ എന്തായാലും ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്യാൻ ഞാൻ. പക്ഷേ
നീ ആദ്യം ഈ വേഷം എന്തിനാ ഇട്ടിരിക്കുന്നെന്ന് പറയോ? എന്തൊക്കെയാ നടക്കുന്നത്? അത് ആലിയെ എക്സ്പോസ് ചെയ്യണ്ടേ, അതിനു വേണ്ടിയാ. ഐ കാന്റ് ബിലീവ് ദിസ്. ആലി ഇങ്ങനെയൊക്കെ ചെയ്യോ? അതും കാശിന് വേണ്ടി അബിയുടെ സ്ക്രാച്ച് മ്യൂസിക് വിൽക്കാൻ പോവാണെന്നോ? അതും പാവം അബിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ മോശമാണെന്ന് അവന്റെ കയ്യിൽ കാശില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇല്ല പ്രണവ്, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ളപ്പോൾ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല. ഇപ്പൊ നിനക്ക് ഞങ്ങളെ സഹായിക്കാനാകും. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റണം. യാദൃശ്ചികമായിട്ടാണെങ്കിലും ആലി അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്ലാനിങ്ങും വെറുതെ ആവും പ്രണവ്. ആ പ്രിയേച്ചി വെറുതെ ടെൻഷൻ ആവണ്ട. ഞാൻ എങ്ങനെയെങ്കിലും അബി ഇവിടുന്ന് മാറ്റി നോക്കാം. പക്ഷെ ഓൺ റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഏത് അവസ്ഥയിലും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നെ ഉറപ്പായിട്ടും വിളിക്കണം. അതിലൊരു മടിയും വിചാരിക്കരുത് പ്ലീസ്. ആഹാ, എന്നാ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? നിന്റെ കയ്യിലിരിക്കുന്ന ആ മീശയുണ്ടല്ലോ, അത് എന്റെ മുഖത്തോട്ടൊന്ന് ഒട്ടിക്കും. കമോൺ, എന്താ നോക്കുന്നേ? എന്താ ചെയ്യുന്നേ? അല്ല, ഞാൻ മീശ വെക്കല്ല, അല്ലാതെന്താ? എനിവേ ചേച്ചി, ഐ എം റെഡി. തറയിൽ പോയതാ. പ്രണവ്, നീ വാഷ്റൂമിൽ പോയതാണോ അതോ കുളിക്കാനോ? എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു അറിയോ നിനക്ക്? ആക്ച്വലി വരുന്ന സമയത്ത് 1-2 പരിചയക്കാരെ കണ്ടു. അതാണ് അബി ലേറ്റ് ആയി പോയത്. അങ്ങോട്ട് നോക്കരുത്, അവിടെ അവരിരിപ്പുണ്ട്. നോക്കിയാലേ എപ്പോ പണി കിട്ടുമെന്ന് ചോദിച്ചാൽ മതി. ബുൾബുൾ എന്തെങ്കിലും ചെയ്യ. ഇവരിവിടുന്ന് പോകുന്ന ലക്ഷണം കാണുന്നില്ല. ഇവരിവിടുന്ന് പോയില്ലെങ്കിൽ എല്ലാം കൊളാവും. ആലി ഇവരെ കണ്ടല്ലുണ്ടല്ലോ, പിന്നെ ഒന്നും നടക്കില്ല. നീ എന്തെങ്കിലും ചെയ്ത് പ്രണവനോട് അദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോവാൻ പറ. അബി, അത് പിന്നെ ഈ സ്ഥലം നമുക്കത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. ഐ മീൻ സച്ച് എ ഡൾ പ്ലേസ്. പാട്ടും ഡാൻസും ഒന്നും ഇല്ലാതെ, മാത്രമല്ല ആളുകളുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെ പോലെ തോന്നടാ അബി. എടാ നീ എന്താ പറയുന്നേ? നല്ല സ്ഥലമല്ലേ ഇത്, ക്രൗഡും കുറവാണ്. വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇത് തന്നെ മതി. എടാ അത് നിനക്ക് വല്ലാത്തൊരു സ്മെല്ല് തോന്നുന്നില്ലേ? എന്തോന്ന് സ്മെല്ല്? ഒന്നുമില്ലല്ലോ. എനിക്കങ്ങനെ തോന്നുന്നത്. പിന്നെ ഇവിടെ ഭയങ്കര ചൂട് കൊടുക്കാടാ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോയാലോ? പോയി വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കാടാ. എടാ നിനക്ക് പ്രാന്തായ പ്രണവ്. നീ അല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞത് വളരെ കൂളാണ്, നല്ല സ്ഥലമാണെന്നൊക്കെ. എന്നിട്ടിപ്പോ എല്ലാം മാറ്റി പറയുന്നോ? എന്തോന്നാ ഇത്? എടാ അത് ഞാൻ ഇപ്പോഴാ ശ്രദ്ധിച്ചത്. അതായത് ഈ സ്ഥലം അത്രയ്ക്ക് പോരാ. നമുക്കിവിടെ ഇരിക്കണ്ട, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം. ഇരിക്കട്ടെ അവിടെ. സ്ഥലത്തിനല്ല, നിന്റെ തലയ്ക്കാ കുഴപ്പം. എടാ ഞാൻ പറഞ്ഞൊന്ന് കേൾക്കില്ലേ? ഫുഡ് ഓർഡർ ചെയ്യും. ഇപ്പോഴാരാ ഈ വിളിക്കുന്നത്? ഓ യാ റൈറ്റ്, ഇവളല്ലാതെ വേറെ ആര് വിളിക്കാനാ? ഹലോ, നീ എത്തിയോ? ക്യാഷ് കിട്ടിയോ? പ്രൊഡ്യൂസറിനെ കണ്ടോ? നീ തിരിച്ചു വരല്ലേ? ഞാൻ ഈ പറയുന്നത് കൂടി ഒന്ന് കേൾക്കുന്നുണ്ടോ നീ? എത്തിയതേ ഉള്ളൂ, ഉടനെ തന്നെ എന്നെ തിരിച്ചു വിളിക്കാണോ? ഓ ആണോ? എനിക്ക് തോന്നി. എനിവേ ആലിയ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. നീ പ്രൊഡ്യൂസറിനെ കാണുമ്പോ നല്ല പോലെ പെരുമാറണം. സ്നേഹത്തോടെ നിൽക്കണം, ആറ്റിറ്റ്യൂഡ് കാണിക്കരുത്. നമുക്ക് അയാളെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് അയാൾക്ക് തോന്നണം. നമ്മളെ കൊണ്ട് അയാൾക്ക് ഉപയോഗമുണ്ടെന്ന് തോന്നിക്കണം. പക്ഷെ നാച്ചുറൽ ആയിരിക്കണം. മനസ്സിലായോ പറയുന്നത്? ഹലോ ആലിയ, ആർ യു ദേർ? ഹലോ. ഞാൻ കേൾക്കുന്നുണ്ട്. നിന്റെ ആവശ്യമില്ലാത്ത ടിപ്സ് ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെയുള്ള ആളുകളോട് ഇത്തരം സ്ഥലത്ത് എങ്ങനെയാ പെരുമാറേണ്ടെന്ന്. ഓക്കെ? ഐ നോ. പക്ഷെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് കാര്യങ്ങൾ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കഴിഞ്ഞോ? എന്നാ വയ്ക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ നീ ശ്രദ്ധിക്കണം.
നീ അവിടെ നിന്ന് തിരിച്ചു വരില്ലേ കാഷുവായിട്ട്? അപ്പൊ എക്സ്പീരിയൻസ് അല്ല ആവശ്യം, ധൈര്യമാണ് ആവശ്യം. നീ കാശുമായി വരുമ്പോ കാശ് പുറകിലത്തെ സീറ്റിൽ ഒരിക്കലും വെക്കരുത്. പിന്നെ മുന്നിൽ നിന്റെ അടുത്തുള്ള സീറ്റിൽ തന്നെ വെക്കണം. ഓക്കെ? പിന്നെ ആരെങ്കിലും വണ്ടി തടഞ്ഞാൽ നിർത്തരുത്. പിന്നെ നീ നന്നായിട്ട് ശ്രദ്ധിക്കണം, ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലാന്ന്. നിനക്ക് നന്നായിട്ട് അറിയാലോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. 10 കോടി രൂപയുടെ കാര്യം. ഓക്കെ? നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരുന്ന ഞാൻ എപ്പോ പോയി ആ പ്രൊഡ്യൂസറിനെ കാണും? അയാളെ കാണാൻ പറ്റാതെ അയാൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹാ, നീ ഒരു കാര്യം ചെയ്. നിന്റെ ഈ ടിപ്സ് എല്ലാം കൂടി ഒരു ബുക്കാക്കി വിൽക്കാൻ നോക്ക്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശെടുത്ത് നിന്റെ സ്വപ്നങ്ങളെല്ലാം നടത്ത്. പോരെ? അതുപോരെ നിനക്ക്? ഐ എം സോറി. നീ പോയി 10 കോടി വാങ്ങിയിട്ട് വാ. ഗുഡ് ലക്ക്. ബൈ. ഇവളെന്തായാലും വീണ്ടും ഫോൺ ചെയ്യും. ഫോൺ ഫ്ലൈറ്റ് മോഡ് ഇട്ടേക്കാം. എടാ അബി, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് എത്ര നേരമായി? വെള്ളം പോലും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. നീ ഒന്ന് എണീറ്റ് വന്നേ. എത്ര മോശം സർവീസ് ഇവിടെ, ഒട്ടും കൊള്ളാത്ത റെസ്റ്റോറന്റ്. എടാ എന്തോന്നാടാ ഇത്? നീ ഓർഡർ ചെയ്തിട്ട് 2 മിനിറ്റല്ലേ ആയുള്ളൂ. അതിനു മുമ്പ് എങ്ങനെ കൊണ്ടുവരും? എന്റെ പൊന്നു ചേച്ചി, ഈ ചേട്ടൻ എപ്പോഴൊന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല. എന്നോട് എന്തിനാ ചോദിക്കുന്നത്? നീ എന്തെങ്കിലും ചെയ്യ്. ടിവിയിലൊക്കെ കാണുന്ന എന്തെങ്കിലും ഐഡിയ പ്രയോഗിക്ക്. ഇല്ലെങ്കിൽ എല്ലാ പ്ലാനും ഫെയിൽ ആവും. ശരി, ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ. എനിക്ക് കുറച്ച് ടൈം താ. റോണി, നീ നിന്റെ ക്യാരക്ടറിൽ തന്നെ ഇരിക്കണം. വാള് നന്നായിട്ട് ഉപയോഗിക്കണം. മനസ്സിലായോ? ഈശ്വര. ബുൾബുൾ റോക്സ്. ഷെടാ, പെങ്ങളെ നോക്കിയില്ലെങ്കിലും ഇവൻ വാളെടുക്കുകയാണല്ലോ. ഇനിയിപ്പോ എനിക്ക് അവളെ കെട്ടിച്ചു തരാൻ വല്ല ആണോ ഇവന്റെ ഉദ്ദേശം? എന്തുപറ്റി? നീ എന്തിനാ മുഖം ഇങ്ങനെ വെച്ചിരിക്കുന്നേ? ഓ, ചിലപ്പോ നിനക്ക് ഇപ്പൊ ഒരു വൃത്തികെട്ട സ്മെല്ല് തോന്നി തുടങ്ങിയല്ലേ? നിനക്ക് ശരിക്കും വട്ട് തന്നെയാടാ. നീയോ ആ കള്ള താടിക്കാരനെ പോലെ എന്നെ ടോർച്ചർ ചെയ്യാ. അവൻ നോക്കി പേടിപ്പിക്കുന്നു, നീ സംസാരിച്ച് കൊല്ലുന്നു. 2 സ്വൈര്യം തരില്ല. എക്സ്ക്യൂസ് മീ, മെയിൻ കോഴ്സ് എന്താ ഉള്ളേ? എന്റെ ഭഗവാനെ, ബുൾബുൾ റോക്സ്. ഇനി ഞാൻ അവരെ വെറുതെ വിടില്ല. എടാ അബി, നീ എന്തായി ചെയ്യാൻ പോകുന്നത്? നീ വീണ്ടും വഴക്കുണ്ടാക്കാൻ പോവാണോ? ഒന്ന് വിട്ടേക്കടാ. വഴക്കുണ്ടാക്കാൻ നോക്കുന്ന ഞാനാണോ അതോ അവരോ? വിട്ടേക്കേ, ഇഗ്നോർ ചെയ്യുന്നേ. ഇത് പെണ്ണുങ്ങളുടെ കാര്യ. ആ മീശക്കാരൻ ഇത് കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ മീശക്കാരൻ ഇത് അറിഞ്ഞോട് ചെയ്യുന്നയാ. വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി. ലിഫ്റ്റിൽ എന്താ ഉണ്ടായെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഒന്നും ശ്രദ്ധിക്കാതിരിക്കും. റിയാക്ട് ചെയ്യാനേ പോകണ്ട. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ ഫുഡിന് വരാം, ഈ ടിഷ്യൂ പേപ്പർ കഴിക്കണമെന്നാണോ? എന്റെ മൂഡ് കളയാതിരിക്കാൻ ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുക. എടാ നീ ഞാൻ പറഞ്ഞ കേൾക്ക്. നമ്മളതിന്റെ മൂഡ് വെറുതെ കളയുന്നേ. എടാ അബി, നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് പോവാം. പിന്നീട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഇവരോടൊക്കെ എന്തിനാ വെറുതെ വഴക്കിടുന്നത്? ഇത് അവസാനത്തേതാണേ. നോക്കബി, നിന്റെ ഇമേജ് നിന്റെ കയ്യിലാ. വെറുതെ ഇവരോടൊക്കെ വഴക്കിട്ട് നാണം കിടല്ലേ. ആ ഭ്രാന്ത മീശക്കാരനുമായിട്ട് വഴക്കുണ്ടാവുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം. വാ. ഐ ഗസ് യു ആർ റൈറ്റ്. അതെന്താന്ന് വെച്ചാ ഇത് നമ്മുടെ ഏരിയ അല്ല. അങ്ങനെ നമ്മുടെ ഏരിയ ആയിരുന്നെങ്കിൽ ഞാൻ അവന്റെ മീശയിൽ തൂക്കിയെടുത്ത് ഇലക്ട്രിക് വയറിൽ കെട്ടി തൂക്കി വെച്ചേനെ. എടാ പോകാം. അതിനു മുമ്പ് ഓയ് സർദാർജി, ചേച്ചി, ചേട്ടൻ പോയി. പോയോ? ചേച്ചി, കാര്യം ശരി, നിന്റെ ഭർത്താവൊക്കെ തന്നെ. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. നോക്ക് ബുൾബുൾ, വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു അദ്ദേഹത്തെ കുറ്റം പറയരുത്. ആണോ? ഞാനൊന്നും പറയുന്നില്ല. അല്ല, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ ഹസ്ബൻഡായി പോയില്ലേ? അല്ല റോണി? ഭർത്താവിന്റെ കാര്യമൊക്കെ പിന്നെ. സഹോദരി നന്നായി ആക്ട് ചെയ്യാൻ നോക്ക്. എല്ലാം നിന്റെ കയ്യിലാ. റോണി, നീ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാവണം. എല്ലാം ശ്രദ്ധിച്ചോളണം. ഇവൾക്ക് ഒരു പ്രശ്നവും വരാതെ നീ നോക്കണം. ഡോൺ വറി ചേച്ചി, ഞാനുണ്ടല്ലോ. ബുൾബുൾ, നീ നന്നായി സൂക്ഷിക്കണം. ആലിയ വളരെ സൂത്രശാലിയാ. ആലിയ സൂത്രശാലിയാണെങ്കിൽ എനിക്കെന്താ? ഞാൻ അവളെക്കാളും സ്മാർട്ടാണ് ചേച്ചി. ഞാൻ TV കണ്ട ഐഡിയ ഉണ്ടല്ലോ, അത് 100% വർക്ക് ആവും. ഡോണ്ട് വറി. നീ കണ്ടോ ഞാൻ എങ്ങനെ അവളെ എക്സ്പോസ് ചെയ്യാൻ പോകുന്നെന്ന്? സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ. പ്രണവ് എന്തിനാ തിരികെ വരുന്നത്? ഇനി അദ്ദേഹം കൂടെ കാണൂ? റിലാക്സ്, പേടിക്കണ്ട. ഞാൻ മാത്രമേ ഉള്ളൂ. അവൻ വണ്ടിയിലിരിക്കുക.
ഞാൻ ഫോൺ എടുക്കാനെന്ന് പറഞ്ഞിട്ടാ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ നീ എന്തിനാ ഇവിടെ വന്നത്? പ്രിയേച്ചി എന്റെ മനസ്സിലൊരു നല്ല പ്ലാൻ ഉണ്ട്. അത് പ്രിയേച്ചിയോട് പറയാനാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. പ്രിയേച്ചിയുടെ പ്ലാനെക്കാട്ടിലും നന്നായിരിക്കും അത്. എന്ത് പ്ലാൻ? പ്രിയേച്ചി, നിങ്ങൾക്ക് ആലിക്കെതിരെ തെളിവല്ലേ വേണ്ടത്? തെളിവിന് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. എന്നുവെച്ചാ നോക്ക് പ്രിയേച്ചി, ആലി ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ അഭിയും കൂട്ടി ഇവിടെ എങ്ങനെയെങ്കിലും എത്തിയാ പോരെ? അപ്പൊ അഭി നേരിട്ട് ആലിയുടെ ഡീല് കാണുകയും ചെയ്യും. പിന്നെ തെളിവിന്റെ ഒരു ആവശ്യം വരുന്നില്ല. അതോടെ അഭി എല്ലാം അറിയുമല്ലോ. പക്ഷെ പ്രണവ്, ഈ അവസാന മിനിറ്റില് ഇനിയിപ്പോ പ്ലാനൊക്കെ മാറ്റാൻ നിന്നാലത് മിനിറ്റിൽ ഒന്നും മാറ്റണ്ട പ്രിയേച്ചി. ഇൻഫാക്ട് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ആലി ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മാത്രം മതി. ഞാൻ എങ്ങനെയെങ്കിലും അഭിയും കൂട്ടി ഇങ്ങോട്ട് എത്തിക്കോളാം. ആ സമയത്ത് ആലി ബുൾബുളിനെ സ്ക്രാച്ച് മ്യൂസിക് കൈമാറുന്നത് അഭി നേരിട്ട് തന്നെ കാണും. അവനെല്ലാം വ്യക്തമാവും പ്രിയേച്ചി. അതോടെ ആലി കാണിക്കുന്ന കള്ളത്തരം മുഴുവൻ അവന് മനസ്സിലാവും. ആലി എന്താ ചെയ്യുന്നതെന്നും അവളുടെ ഇന്റൻഷൻ എന്താണെന്നൊക്കെ. പ്രണവ്, നീ പറഞ്ഞത് വളരെ ശരിയാ. ഇതുപോലെ നടക്കുകയാണെങ്കിൽ നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ടി വരില്ല. ശരി, നീ പോയിക്കോ. ആലി വരുമ്പോ ഞാൻ മെസ്സേജ് ചെയ്യാം. ഓക്കെ പ്രിയേച്ചി, ഞാൻ അഭിയും കൂട്ടി ഉടനെ ഇങ്ങോട്ട് വരാം. ഓൾ ദി ബെസ്റ്റ് പ്രിയേച്ചി. താങ്ക് യു. എല്ലാം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആലിയുടെ യഥാർത്ഥ മുഖം അദ്ദേഹത്തിന് മനസ്സിലാവും. എനിക്കിതിലും നല്ലത് വരാനില്ല. ആലിയക്ക് ഇതിലും മോശമായതും വരാനില്ല. ഒരു ഫോൺ കോൾ പോലും ഇല്ല. ആലിയ എന്തായാലും അവിടെ എത്തിക്കാണും. അല്ല, ഇനിയിപ്പോ അവൾ എത്തിയിട്ടില്ല എങ്കിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യ? ഞാൻ ബുൾബുളിനെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. അതാ നല്ലത്. ഏയ് വേണ്ട, ബുൾബുളിനെ ഫോൺ ചെയ്യണ്ട. അഥവാ ആലിയ ബുൾബുളിന്റെ അടുത്തുണ്ടെങ്കിലോ? ഒരുപക്ഷെ അവൾ ഈ കോൾ കണ്ടാല് എല്ലാ കാര്യവും തകിടം മറിയും. വേണ്ട, ഫോൺ ചെയ്യണ്ട. എന്താ ചെയ്യുക? എന്ത് ചെയ്യാനാ? അവരുടെ ഫോൺ വരുന്നത് വരെ കാത്തിരിക്കുന്നതാണ് നല്ലത്. അല്ല, എനിക്ക് ബുൾബുളിനെ അല്ലേ വിളിക്കാൻ പാടില്ലാത്തത്? പക്ഷേ പ്രിയയെ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പ്രിയയെ ഫോൺ വിളിച്ച് ചോദിക്കാം.